ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടി ഇടിക്കാനായിട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പിലയൊക്കെ വാങ്ങിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്ക് തേങ്ങ ഇതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചെറിയ തീയിൽ ഇളക്കി ഒന്ന് വറക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നാരകത്തിൻ്റെ ഇലയും കൂടെ ചേർക്കാം കേട്ടോ. ഇത് ചുമന്ന മുളകാണ്. എത്ര തേങ്ങയുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ എരിക്കനുസരിച്ച് ഒരുപാട് അങ്ങ് എരി വേണ്ട. കുറച്ച് മുളക് കഴുകി രണ്ടായിട്ട് മുറിച്ച് ഈ തേങ്ങയിലോട്ട് ഇടണം. ഇതൊന്നിച്ചാണ് നമ്മൾ വറക്കേണ്ടത്. മുളകും കൂടി ചേർത്താണ് വറക്കേണ്ടത്. ഇത് ആദ്യം ഇത്തിരി തീ കൂട്ടിയിട്ടാലും പിന്നെ ഒരു ഒരു പൊരിഞ്ഞൊക്കെ വരുമ്പോൾ കുറച്ച് തീ കുറച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലരൊക്കെ കുരുമുളക്, ജീരകം, മല്ലിയല്ല ഉലുവയൊക്കെ ചേർക്കാറുണ്ട്, കായമൊക്കെ. ഞാനതൊന്നും ചേർക്കാറില്ല. എനിക്ക് നോർമൽ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇഷ്ടം. നമ്മുടെ ടേസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ കറക്റ്റായിട്ട് പിന്നെ വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചമ്മന്തി പൊടിക്കാൻ തുടങ്ങാം. കുറച്ച് പുളി എടുക്കാം. ഞാനിതിപ്പോൾ ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ വറുത്തതിനകത്തെ മുളകില്ലേ, ആ മുളക് കൂടെ പിറക്കിയെടുക്കണം. മുളക് എടുത്തിട്ട് ഈ 3 ഐറ്റവും കൂടെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. പുളി ഉപ്പുമൊക്കെ നമ്മൾ എത്രത്തോളം തേങ്ങയുണ്ടോ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഒരു കണക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് പൊടിച്ചു. ഇച്ചിരി കൂടി പൊടിയാനുണ്ട്. ഇനി ഉണ്ടല്ലോ, നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അരഞ്ഞു പോരുത് കേട്ടോ. സൂക്ഷിച്ച് പൊടിച്ച് നല്ല പൊടിയായിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു നല്ല കുപ്പിയിൽ അടച്ചു വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ ചമ്മന്തിപ്പൊടി കഴിക്കാം. അടിപൊളി ചമ്മന്തിപ്പൊടി റെഡി.